ജനുവരിയിൽ സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ച വീഡിയോയായിരുന്നു ന്യൂസിലാൻഡ് പാർലമെന്റിലെ ഈ രംഗം. ന്യൂസിലൻഡിന്റെ തദ്ദേശീയ ഭാഷ സ്വതസിദ്ധ ശൈലിയിൽ ഉച്ചത്തിൽ മുഴക്കിയത് അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ഹന രൗഹിത്തി കരേരി മൈപി ക്ലാർക്ക് എന്ന 21-കാരിയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും എനിക്ക് കഴിയും. ഹക്ക അഥവാ വാർക്രായ് എന്ന കലാപ്രകടനത്തിലൂടെയായിരുന്നു ഹനയുടെ ഈ ആഹ്വാനം. ആ പ്രകടനം അന്ന് സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിയിരുന്നു. 1853 തെരഞ്ഞെടുപ്പിൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട 20 വയസ്സും 7 മാസവും പ്രായമുള്ള ജെയിംസ് സ്റ്റുവർട്ട് ബോഡ്ലിക്ക് ശേഷം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഹന. അടിച്ചമർത്തപ്പെടുന്ന തദ്ദേശീയ സമുദായങ്ങളുടെ അവകാശ പോരാളിയാണ് ഹന രൗഹിത്തി കരേരി മൈപി ക്ലാർക്ക്. പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ അന്നവൾ മുന്നോട്ട് വെച്ചതും അവർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു. മാസങ്ങൾക്കിപ്പുറം ഹന വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുകയാണ്. പരമ്പരാഗത മാവോറി നൃത്തമായ ഹക്ക പാർലമെന്റിനുള്ളിൽ അവതരിപ്പിച്ചായിരുന്നു ഹനയുടെ പ്രതിഷേധം. പ്രതിഷേധ സൂചകമായി തദ്ദേശ ഉടമ്പടി ബില്ലിന്റെ പകർപ്പ് അവർ പാർലമെന്റിനുള്ളിൽ വെച്ച് കീറുകയും ചെയ്തു. ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസിലാൻഡ് പാർലമെന്റിൽ ട്രീറ്റി പ്രിൻസിപ്പൽസ് ബിൽ വോട്ട് ചെയ്യാൻ MP മാർ ഒത്തുകൂടിയപ്പോഴാണ് പ്രതിഷേധ സൂചകമായി ഉടമ്പടി ബില്ലിന്റെ പകർപ്പ് കീറിമുറിക്കുകയും പരമ്പരാഗത മാവോറി നൃത്തരൂപമായ ഹക്ക അവതരിപ്പിക്കുകയും ചെയ്തത്. അതും പാർലമെന്റിന്റെ ഒത്ത നടുക്കുനിന്ന്. പാർലമെന്റിൽ ഉണ്ടായിരുന്ന മറ്റംഗങ്ങളും ഗാലറിയിലെ കാണികളും ഹനയ്ക്കൊപ്പം നൃത്തം ചെയ്യാൻ കൂടിയതോടെ സ്പീക്കർ ജെറി ബ്രൗൺലിക്ക് സഭാ സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ന്യൂസിലാൻഡിന്റെ തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കായി ഹന എപ്പോഴും പോരാടാറുണ്ട്. ബ്രിട്ടീഷുകാരും തദ്ദേശീയരായ മാവോറികളും തമ്മിലുള്ള 184 വർഷം പഴക്കമുള്ള ഉടമ്പടി പുനർവ്യാഖ്യാനം ചെയ്യുന്ന തദ്ദേശ ഉടമ്പടി ബില്ലിലെ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനാണ് അംഗങ്ങൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ഗവൺമെന്റും മാവോറിയും തമ്മിലുള്ള ബന്ധത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന 1840 വൈതാങ്കി ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഭരണം വിട്ടുകൊടുക്കാത്തതിന് പകരമായി ഗോത്രങ്ങൾക്ക് അവരുടെ ഭൂമി നിലനിർത്താനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള വിശാലമായ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ അവകാശങ്ങൾ എല്ലാ ന്യൂസിലൻഡുകാർക്കും ബാധകമാണെന്നാണ് ബില്ല് വ്യക്തമാക്കുന്നത്. വിവാദ ഉടമ്പടി തത്വങ്ങൾ അടങ്ങിയ ബില്ലിന് പിന്തുണ കുറവായതിനാൽ അത് നിയമമാകാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഇത് വംശീയ വിദ്വേഷത്തിനും ഭരണഘടനാപരമായ പ്രക്ഷോഭത്തിനും കാരണമാകുമെന്നാണ് ബില്ലിനെ എതിർക്കുന്നവർ പറയുന്നത്. ഭരിക്കുന്ന മധ്യവലത് സഖ്യ സർക്കാരിലെ ജൂനിയർ പങ്കാളിയായ ST ന്യൂസിലാൻഡ് പാർട്ടി കഴിഞ്ഞ ആഴ്ച വൈതാങ്കി ഉടമ്പടി നിയമത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. വൈതാങ്കി ഉടമ്പടിയുടെ ചില തത്വങ്ങളിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഈ നീക്കത്തിന് നിരവധി മാവോറികളിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. രാജ്യത്തെ തദ്ദേശികളുടെ അവകാശങ്ങളെ ബില്ല് ഇല്ലായ്മ ചെയ്യുന്നതായി മാവോറികളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നുമുണ്ട്. ന്യൂസിലാൻഡിലെ 53 ലക്ഷം ജനസംഖ്യയുടെ 20% മാവോറികളാണ്. മാവോറികളുടെ അവകാശങ്ങൾക്ക് ഭീഷണിയായാണ് ഈ ബില്ലിനെ അവർ കാണുന്നത്. ജസീന്ത ആർഡൻ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ ചുമതലയേറ്റ ക്രിസ്റ്റഫർ ലെക്സന്റെ നേതൃത്വത്തിലുള്ള യാഥാസ്ഥിതിക സർക്കാരിനെതിരെ സമരത്തിലാണ് മാവോറി സമുദായം. സർക്കാർ നയങ്ങൾ കാരണം 1800കളിലേക്ക് രാജ്യം തിരികെ പോകുമെന്നാണ് പ്രതിഷേധക്കാരുടെ പക്ഷം. നിരവധി ആചാരങ്ങളും വിശ്വാസങ്ങളും സാംസ്കാരിക പൈതൃകവുമുള്ള സമുദായമാണ് മാവോറി. അവരുടെ ജീവിതചര്യയ്ക്കുമേൽ കടന്നുകയറുന്ന സമീപനമാണ് എന്നും ന്യൂസിലൻഡിലെ യാഥാസ്ഥിതികരുടേത്. ലെക്സന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ മാവോറി രീതികളുടെ കടുത്ത വിമർശകരാണ്. ഒപ്പം ഇംഗ്ലീഷ് വാദികളും. മാവോറി ഭാഷയിലുള്ള സ്ഥലപ്പേരുകളും വകുപ്പ് നാമങ്ങളും ഇംഗ്ലീഷിലേക്ക് മാറ്റാനും നടന്ന സർക്കാർ നീക്കത്തിനെതിരെയായിരുന്നു അന്ന് ഹന പ്രതിഷേധം അറിയിച്ചത്. ഹന ഒരു തീപ്പൊരി തന്നെയാണ്. ന്യൂസിലാൻഡ് പാർലമെന്റിന്റെ 170 വർഷ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP. തോൽപ്പിച്ചത് രാജ്യം ബഹുമാനിക്കുന്ന മുതിർന്ന MP നൈന മഹൂദയെ. ആദിമ സമുദായ മാവോറിക്കാരിയാണ് ഹന. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും പൂർവികരുടെ ത്യാഗങ്ങൾ എണ്ണി പറഞ്ഞുമായിരുന്നു ഹനയുടെ അന്നത്തെ പ്രസംഗം. മാവോറികളുടെ കടുത്ത എതിർപ്പും ഹന എന്ന പോരാളിയുടെ സാന്നിധ്യവും ലെക്സൺ സർക്കാരിന് മുന്നോട്ടുള്ള വഴി എളുപ്പമാക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കുകയാണ്.